ഒരു 3-4 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ച് കയ്യിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്ന് ഓർമ്മയുണ്ടായിരിക്കുമല്ലേ? അതെ ഗൈസ്, അതെനിക്ക് ഒട്ടും മാറാഞ്ഞുകൊണ്ട് ഇപ്പോൾ പിന്നെയും നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ട്രിപ്പ് ഇട്ട് കിടക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് മെഡിസിൻ കഴിച്ചു, ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല. കോളേജിൽ പോയിട്ട് നിൽക്കാനും കിടക്കാനും ഇരിക്കാനും മേലാത്ത വയറുവേദന, ഫുൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ലൂസ് മോഷൻ, ഫുൾ പ്രശ്നമായി. അങ്ങനെ അതേ നമ്മൾ വൈകിട്ട് എനിക്ക് ഒട്ടും പറ്റാഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് ട്രിപ്പ് ഇട്ട് കിടക്കുക. എൻ്റെ കരിയറിൽ, എൻ്റെ ലൈഫിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രിപ്പ് ഇടുന്നത്. അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ദേ സൈഡിൽ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇതെപ്പോഴാണ് തീരുന്നതെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. വൈകിട്ട് ഒരു 6 മണിക്ക് എത്തിയതാണ്, പോയത് രാത്രി 10:30. അത്രയും നേരം അവിടെ ഞാൻ കിടക്കുമായിരുന്നു. എന്തെന്നറിയാത്ത രീതിയിൽ എന്തൊക്കെയോ ഓർത്തിങ്ങനെ ഇരിക്കുക. ഇതാണ് പതുക്കെ ഇങ്ങനെ തുള്ളി വീഴുന്നുള്ളത്. ഞാനാണെങ്കിൽ ഇതെപ്പോൾ തീരുമെന്നും വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടക്കുമെന്ന് അറിഞ്ഞപ്പോഴേ ചേട്ടൻ ഓടി എത്തിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ നോക്കിയപ്പോൾ ദാണ്ട അത് തീരാനായിട്ടുണ്ട്. എനിക്കാണ് അത് ഊരിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് നരകം കണ്ട പോലത്തെ വേദന അനുഭവിച്ചു. അങ്ങനെ നമുക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. അമ്മതേ അകത്തുണ്ട്. ഇവിടെയാണ് എൻ്റെ കയ്യിൽ ചോര ഊറ്റിയെടുത്തത്. അങ്ങനെ അത് കാണിച്ചപ്പോൾ ദാണ്ട ചേട്ടൻ്റെ ഞരമ്പ് കാണിക്കുക. എന്താ അല്ലേ, എൻ്റെ മുഖമൊക്കെ കണ്ടറിയാൻ നല്ല രീതിക്ക് പഫ്നെസ്സും വയ്യാഴികയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ രാത്രി ആരുമില്ലായിരുന്നു, നമ്മളൊക്കെ തന്നെ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അവിടെ എത്തി നമ്മൾ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം അച്ഛനും കൂടെ പാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്മൾ വന്നത് സ്കൂട്ടർ ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ആ സ്കൂട്ടറിൽ ഞങ്ങൾ 2 പോയി ചേട്ടൻ കാറിൽ പോയി. അപ്പോൾ ഇത്രയുള്ള കേസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സീ യു.